ജഗദ്ഗുരു സ്വാമി ഈശയുടെ 71ാം ജന്മദിനം തിരുവനന്തപുരത്ത് ആഘോഷിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികളോടെയായിരുന്നു സ്വാമി ഈശയുടെ ജന്മദിനം ആഘോഷിച്ചത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമിജിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് മീര പറഞ്ഞു. മീര വിളിച്ചു, ഞാൻ വന്നു. മീര വിളിച്ചാൽ ഞാൻ വന്നിരിക്കും. സ്വാമി പറഞ്ഞാൽ ഞാൻ വന്നിരിക്കും. അതിന് വേറെ മാർഗമില്ല, വന്നേ പറ്റൂ. കാരണം ഇതിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. സ്വാമിജി എന്നെ ഇപ്പം നിന്നെന്ന് ഓർക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഗ്ലോബൽ എനർജി പാർലമെന്റിന്റെ സ്പീക്കർ എന്ന നിലയിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സ്വാമിജി. വിദ്യാഭ്യാസത്തിലൂടെ അകത്തെ അറിവും പുറത്തെ അറിവും സമന്വയിപ്പിക്കണമെന്ന് സ്വാമി ഈശ ജന്മദിന സന്ദേശത്തിൽ പറഞ്ഞു. ഈ കലഹമില്ലാത്ത ഒരു കുടുംബം, അഹിതാവസ്ഥയില്ലാത്ത ഒരു സമൂഹം, യുദ്ധമില്ലാത്ത ഒരു ലോകം നമുക്കുണ്ടാകണം എങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. പഠിക്കുമ്പോൾ പുറത്തെ വസ്തുവും പുറത്തെ അറിവും അകത്തെ അറിവും രണ്ടല്ല. ഏത് വിഷയം അതും ഭാഷയാകട്ടെ, സയൻസ് ആകട്ടെ, മാത്സ് ആകട്ടെ, ഹിസ്റ്ററി ആകട്ടെ, ഏത് വിഷയം പഠിപ്പിക്കുമ്പോഴും ഇത് രണ്ട് ചേർത്ത് പഠിപ്പിക്കണം. പുറത്തെ ഒന്ന് പഠിക്കുമ്പോൾ അകത്തെ ഒന്നിനെ പഠിപ്പിക്കണം. പുറത്തെ കെമിസ്ട്രി പഠിക്കുമ്പോൾ അകത്തെ കെമിസ്ട്രി പഠിപ്പിക്കണം. ഇത് രണ്ടും രണ്ടല്ലാതെ ഒന്നായി പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ ക്രമം, അതിൻ്റെ ആവശ്യകത മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും മാറ്റിമറിക്കണ്ട. ഇവിടെ എല്ലാവരും നല്ല മനുഷ്യരാണ്. കാരണം അവർ ജനിക്കുമ്പോൾ പാൽ പുഞ്ചിരിയോടുകൂടി നിഷ്കളങ്കത സ്വയം അനുഭവിച്ച് ആ സുഖം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും. അവരോരോരുത്തരും ആ പൂർണ്ണത, ആ സുഖത്തിൻ്റെ സ്വരൂപങ്ങളാണ്. സംശയിക്കേ വേണ്ട, അതനുഭവിക്കണം. എങ്കിൽ ഇന്നു നിൽക്കുന്ന രണ്ടാക്കി നിർത്തിയിരിക്കുന്ന ഭൗതികതയും തന്നെക്കുറിച്ചുള്ള അറിവാകുന്ന ആധ്യാത്മികതയും രണ്ടല്ല, ഒന്നാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. പുറത്തിരുന്നാൽ പുറത്തെ സയൻസ്, അകത്തിരുന്നാൽ അകത്തെ സയൻസ്. പുറത്തതും അകത്തതും ഒരേ വസ്തു തന്നെയാണ്. രണ്ടാമതൊരു വസ്തു ഇല്ല. ഏതൊരു വസ്തു എടുത്താലും പുറത്തും എനർജിയാണ്, അകത്തും എനർജിയാണ്. പുറത്തു മാറ്റമാണ്, എനർജി അല്ലാത്ത മറ്റൊന്നും ഇല്ല. ഇത് കുഞ്ഞുനാൾ തൊട്ട് ഓരോ വിഷയവും പഠിപ്പിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഈ കാലഘട്ടത്തിൽ ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ ഉതകുന്ന ഒരേ ഒരു മാർഗം. ഡോക്ടർ MR തമ്പാൻ രചിച്ച പുസ്തകവും ഗവർണർ പ്രകാശനം ചെയ്തു. MR തമ്പാന് സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരവും നൽകി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G ശങ്കർ, കടകംപള്ളി സുരേന്ദ്രൻ MLA, ഈശോ വിശ്വവിദ്യാലയം പ്രിൻസിപ്പൽ മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.